കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഈ ജോലി കിട്ടണമെങ്കിൽ 3 വർഷത്തെ കരാറാ കമ്പനി പറയുന്നേ. എന്തായാലും ആഗ്രഹിച്ചതുപോലുള്ള ജോലിയും കാത്ത് എന്റെ മോൻ ഇത്രയും നാൾ സമയം കളഞ്ഞില്ലേ? ഇനിയിപ്പം കിട്ടിയതിന് പോടാ. നീ പോയി ഒപ്പിട്ട് കൊടുക്ക്. വെറുതെ ഇനി അതും കളയണ്ട. വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്ന ജോണിനെ കണ്ടു. സേതു, ഞങ്ങളുടെ കലാലയ ജീവിതത്തിലെ ആ കളിച്ചിരികൾക്കിടയിൽ നിന്നും ഇന്നതൊരു ഫോമൽ ഷേക്ക് ഹാൻഡിലേക്ക് മാറിയിരിക്കുന്നു. നീ ഇപ്പോഴും ഹോസ്റ്റൽ തന്നെയാണല്ലേ താമസം? മൂട്ടുകടിയും കൊണ്ട്. അല്ലെങ്കിലും പണ്ടേ നിൻ്റെ ഇഷ്ടം ഈ ഏകാന്തവാസവും നൊസ്റ്റാൾജി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും കത്തും കുത്തും കഞ്ഞിയും പയറൊക്കെ ആണല്ലോ. നിനക്ക് കുറെ കടം ഉണ്ടെന്നാണല്ലോ കേട്ടത്. എന്തൊന്നാടെ ഇതൊക്കെ തിരിച്ചു കൊടുക്കാത്ര താമസം? അല്ലെങ്കിലും ക്യാൻറ്റീനിലെ പാത്രം തുടപ്പിന്ന് എന്ത് വരുമാനം കിട്ടാനല്ലേ? നാളെ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി ഒരു ജോലി ഇല്ലെങ്കിൽ നമുക്കൊന്നൊരു വില ഉണ്ടാവില്ലല്ലടാ. ഇവിടുത്തെ പട്ടിയുടെ പോലും വിലയുണ്ടാവില്ല. പിന്നെ ഇവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വിപ്ലവപരമായ പ്രണയഭാവം ആയതുകൊണ്ട് നാട്ടുകാരുമില്ല വീട്ടുകാരുമില്ല. ഒറ്റ മോൻ, ഭാഗ്യവാൻ. അതുകൊണ്ടല്ല, കുറച്ചാൾ മുമ്പ് എനിക്ക് ആഗ്രഹമുള്ളൊരു ജോബ് ടെസ്റ്റിന് പോയിരുന്നു. പക്ഷേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു എക്സാം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതെന്തായാലും കിട്ടും. എന്നെപ്പോലെ വല്ല ബിസിനസ്സും ചെയ്യടാ. താങ്കളുടെ കണ്ടീഷൻ്റെ ഒത്ത ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കല്ലേ എഴുതി നിൽക്കും. എന്തിനാടാ ഇങ്ങനെ ചത്ത് ജീവിക്കണേ? അമ്മ അച്ഛനെ അന്വേഷണം പറഞ്ഞു. ഈ സേതു അവർക്ക് താമസിച്ചുണ്ടായ മോനല്ലയോ? അതിന്റെ എന്തോ ഏനക്കേട് അവർക്കുണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഇതിപ്പോ പെട്ടെന്ന് ചോര ഛർദിച്ച് ആശുപത്രി കിടക്കേണ്ട കാര്യം എന്തുവാ? ഇത്രയും വൈകിയത് കൊണ്ടാണ്. കുറച്ചുകൂടി നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ. സേതു, ഒരുപാട് വൈകണ്ട, വേഗം വാ. ഇല്ല അച്ഛാ, അച്ഛൻ നടന്നോ, ഞാൻ ദേ വരുവാ. സർ, എക്സാം എഴുതാനാ, കയറിക്കോട്ടെ സർ. പ്ലീസ് സർ, സർ പ്ലീസ് സർ. അന്ന് അവിടെ വെച്ച് കത്തി എറിഞ്ഞത് ആഗ്രഹിച്ച ജോലിക്കായുള്ള എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ആയിരുന്നില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വപ്നം എല്ലാം നഷ്ടപ്പെട്ടിട്ടും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ദ ലാസ്റ്റ് റിഫ്ലക്ഷൻ. സേതുവേട്ടൻ എന്തിനാണ് അത് ചെയ്തത്? സേതുവേട്ടൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ജോലിയുടെ അപ്പോയിൻമെന്റ് ലെറ്ററാണ് ആയത്. കഷ്ടകാലത്തിന് ഇതെന്റെ കയ്യിലായി പോടാ. ഇത് ആവശ്യവും ആഗ്രഹമുള്ള മറ്റവർക്കൽ കിട്ടട്ടെ. അമ്മേ